സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടുണ്ട്. മറ്റ് 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേർന്നു. ആദ്യം ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്ന്. ശശി, മലയോര മേഖലയിലൊക്കെ എന്താണ് സ്ഥിതി? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മഴയുണ്ടോ? ശ്രീജ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടർച്ചയായി പെയ്യുകയാണ്. മലയോര മേഖലയിൽ അതിശക്തമായ മഴ അനുഭവപ്പെടുന്നത്. ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. എന്തായാലും നദികളിലെ ജലനിരപ്പ് ഒന്നും കാര്യമായി ഇതുവരെ ഉയർന്നില്ല. പക്ഷേ ശക്തമായ മഴയും കാറ്റും പല സ്ഥലങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അടൂരിൽ മരം ഒടിഞ്ഞു വീണ് 6 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന 6 കാറുകൾക്ക് ഇന്നലെ കേടുപാടുകൾ സംഭവിച്ചു. അത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണും അതുപോലെ തന്നെ ഈ ഗതാഗതത്തിലുമൊക്കെ നേരിയ തോതിലൊക്കെ ചിലയിടങ്ങളിൽ തടസ്സം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ജില്ലയിലില്ല. പക്ഷെ അതിശക്തമായ മഴ തുടർച്ചയായി ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴ ഇപ്പോഴും ജില്ലയുടെ വിവിധ മേഖലകളിൽ തുടരുകയാണ്. മലയോര മേഖലയിലേക്കുള്ള ജാഗ്രതാ നിർദ്ദേശം, യാത്രകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശബരിമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മൂഴിയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. ഡാമിന്റെ ഷട്ടർ ഇന്നലെ രാത്രിയിലാണ് തുറന്നത്. ഇത്തരത്തിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും മഴ തുടർച്ചയായി പെയ്യുന്നു. കാരണം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുള്ള മേഖലയാണ്. സാധാരണഗതിയിൽ പത്തനംതിട്ട ജില്ലയിൽ മഴ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം അറിയിക്കും. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായി തന്നെ ഇന്നലെ മഴ ആരംഭിച്ച സമയം മുതൽ ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ അടിയന്തര സാഹചര്യത്തിൽ അത്തരം രക്ഷാപ്രവർത്തനം നടത്താനുള്ള ക്രമീകരണങ്ങളും അതാത് ജില്ലകളിൽ ജില്ലയുടെ വിവിധ താലൂക്കുകളിൽ അതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ട് മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ശരി, സാരംഗ് സുധാകരൻ വിവരങ്ങളുമായുണ്ട്. സാരംഗ്, വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്, ബാക്കിയുള്ളിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവെ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെ മുന്നറിയിപ്പുകൾ ഇന്നുണ്ട്? നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലയോര മേഖലയിലും അതേപോലെ തന്നെ തീരദേശ മേഖലയിലുമാണ് കാര്യമായിട്ട് മഴയുടെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് നേരിടേണ്ടിയിരുന്നത്. നമുക്കറിയുന്ന പോലെ ശംഖുമുഖം മുതൽ വേളി ബീച്ച് ആ ഭാഗങ്ങളിലൊക്കെ തീരദേശ മേഖലകളിൽ കനത്ത കടലാക്രമണം നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ വടക്കൻ ജില്ലകളിലാണ് റെഡ് അലർട്ടെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലും കനത്ത മഴയാണ് ഇപ്പോൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത്. അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റു ഭാഗങ്ങൾ, അത് മലയോര മേഖലകളിൽ മറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കനത്ത മഴയിൽ കഴിയും അതേപോലെ തന്നെ കാറ്റും പല ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റുള്ള പ്രദേശങ്ങൾ അതേപോലെ ശംഖുമുഖം വിനോദസഞ്ചാര മേഖലയുടെ ഏറ്റവും പ്രധാനമായ ഒരു മേഖലയായ ശംഖുമുഖത്ത് കനത്ത രീതിയിൽ തിരയടിച്ചു കയറി അതേപോലെ തീരമില്ലാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്കറിയാം വളരെയധികം സംരക്ഷിതമായിട്ടുള്ള കെട്ടിടങ്ങളും മറ്റുമുണ്ട്. ആ ഭാഗത്തേക്ക് കടൽ അടിച്ചു കയറുന്നുണ്ട്. കഴിഞ്ഞ മാസം മൺസൂൺ നേരത്തെ എത്തിയ സമയത്തും ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള കടലാക്രമണം നേരിട്ടിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ആ ഭാഗത്ത് ഒരു ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. ഇത്തവണ അതിനപ്പുറത്തേക്ക് കടലാക്രമണം വരുന്ന രീതിയാണ് കാണുന്നത്. മാത്രമല്ല സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുള്ള തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളൊക്കെ ഇന്നലെ തന്നെ മുറിച്ചു നീക്കിയിരുന്നു. നമുക്കറിയാം മെയ് മാസത്തിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന കനത്ത കാറ്റിലും മഴയിലും പല ഭാഗങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടായിരുന്നു തലസ്ഥാനത്തെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത്. അതായത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അതേപോലെ തന്നെ വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തത് മരങ്ങൾ കടപുഴകി വീണിട്ടായിരുന്നു. അത്തരത്തിലൊരു വിമർശനം ഉയർന്നിരുന്നു. മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളൊന്നും തന്നെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ വളരെയധികം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ തുടരുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ള അതായത് വീടിന്റെ മേൽക്കൂരി അടക്കം ഇളകി മാറിയ സംഭവം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട അപകടങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അല്ലാത്ത രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ മഴ തുടരുന്നുണ്ട്. ശ്രീജ, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന് VK സ്റ്റാലിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എന്താണ് ഇടുക്കിയിലെ അവസ്ഥ? പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ
നമുക്കറിയാം ഒരു മഴ കനക്കുമ്പോൾ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത ഉണ്ടാവാറുള്ളത്. നിലവിൽ എന്താണ് സ്ഥിതി? എത്രത്തോളം മഴയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്? സ്റ്റാലിൻ, എന്താണ് ഇടുക്കിയിലെ അവസ്ഥ? ശ്രീജ, കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മഴ വീണ്ടും ശക്തമായി തന്നെ തുടരുകയാണ്. ജില്ലയുടെ എല്ലാ മേഖലകളിലും മഴ ഇപ്പോൾ തുടരുന്നുണ്ട്. രാത്രി ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ജില്ലയിൽ വ്യാപകമായിട്ട് കാറ്റും വ്യാപിക്കുന്നുണ്ടായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുലർച്ചെ മരം വീണ് കുറെ സമയം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് രാത്രി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തി പിന്നെ മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ചും ഉപ്പുതറ, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിലെല്ലാം മഴ ശക്തമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടുക്കി ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 2343.24 അടിയാണ്. മുൻ വർഷത്തെക്കാൾ 13 അടിയോളം ഇപ്പം ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് അണക്കെട്ടിന്റെ ഏതാണ്ട് 40% വെള്ളമാണ് ഇപ്പോഴുള്ളത്. 18.53 ദശലക്ഷം ഘനമീറ്റർ ജലം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മൂലമറ്റം പവർ ഹൗസിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിലും ജലനിരപ്പിൽ വർധനവുണ്ട്. 128.4 ആണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. മഴ ശക്തമായത് മൂലം പെരിയാർ, ചിന്ന പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മഴയോടൊപ്പം തന്നെയുള്ള കാറ്റാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് റാണിക്കലിന് സമീപമാണ് ഇന്നലെ രാത്രി മരം വീണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാത്രികാല യാത്രകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ശരി, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. തിരുവനന്തപുരം നെയ്യാറിൽ ഒഴുക്കിൽപ്പെട്ടുപോയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ബാലരാമപുരം സ്വദേശി ഷാബാസ് ആണ് അപകടത്തിൽപ്പെട്ടത്. യുവാവ് മരക്കൊമ്പിൽ പിടിച്ചു നിന്നത് കാരണം അപകടം ഒഴിവായി. ഇന്നലെ നെയ്യാറ്റിൻകര അരുവിപ്പുറം ബലിക്കടവിന് സമീപം കുളിക്കാനിറങ്ങിയപ്പോഴാണ് സംഭവം. മാരായമുട്ടം പോലീസും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു. ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സമയത്ത് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതും കുളിക്കാനിറങ്ങുന്നതും ഒക്കെ വളരെ ശ്രദ്ധയോടെ വേണം. വലിയ ഒഴുക്കുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഒഴുക്കുണ്ടാവും. ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഒഴിവാക്കുക, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ബുദ്ധിപരം.